DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മാസം 1600 രൂപ വീതം ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ 2025 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ 25 മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ജീവിച്ചിരിപ്പുണ്ടെന്ന് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ. ക്ഷേമ പെൻഷൻ ലഭിക്കണമെങ്കിൽ ഇക്കാര്യം സർക്കാർ സംവിധാനങ്ങളെ സാക്ഷ്യപ്പെടുത്തുക കൂടി വേണം. അതിനാണ് എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തുന്നത്. സംസ്ഥാനത്ത് നിലവിൽ 1600 രൂപ വീതം ലഭിച്ചു വരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ 25 ആരംഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 24 വരെയാണ് സമയപരിധി. 2 മാസത്തെ കാലാവധി ഉണ്ടെങ്കിലും അവസാന ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാതെ കഴിയുന്നതും വേഗം മസ്റ്റർ നടപടികൾ പൂർത്തീകരിക്കുന്നതാവും ഉചിതം. കേരളത്തിലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവ മുഖേന അനുവദിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ളവരുടെ അവിവാഹിത പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവയുടെ ഗുണഭോക്താക്കളും ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട്. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മാത്രമാണ് മസ്റ്ററിംഗ് നടത്തുന്നത്. മറ്റ് ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിലൊന്നും മസ്റ്ററിംഗ് നടത്തുവാൻ സർക്കാർ അനുമതി നൽകിയിട്ടില്ല. 2024 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്കുമാണ് മസ്റ്ററിംഗ് ബാധകമായിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ, അതായത് 2023 24 ഒക്കെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കിയവരും 2025 ഇപ്പോഴത്തെ മസ്റ്ററിംഗും പൂർത്തിയാക്കേണ്ടതാണ്. പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തേണ്ടതാണ്. ആധാർ കാർഡ് മാത്രം മതി മസ്റ്ററിംഗ് ചെയ്യുവാൻ. എന്നാലും പെൻഷൻ നമ്പർ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്തപ്പോൾ കിട്ടിയ പ്രിന്റ് ഉണ്ടെങ്കിൽ അക്ഷയ ജീവനക്കാർക്ക് കുറച്ച് എളുപ്പമാകും. ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല, ആധാർ കാർഡ് മാത്രം ഉണ്ടായിരുന്നാലും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് ഡിവൈസിൽ നിങ്ങളുടെ കൈവിരലുകൾ സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷ്ണമണിയൊക്കെ സ്കാൻ എടുത്ത് അത് നിങ്ങളുടെ ആധാർ കാർഡിന് വേണ്ടി എടുത്തപ്പോഴുള്ള കൈരേഖയുമായി അല്ലെങ്കിൽ ഐറിസുമായി താരതമ്യം ചെയ്താണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത്. ഒരാളുടെ മസ്റ്ററിംഗിന് കേവലം 5 മിനിറ്റൊക്കെ മതിയാകുന്നതാണ്. ഇനി നിങ്ങളുടെ കൈരേഖ തെളിയാതെയോ മറ്റോ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന സ്ലിപ്പ് അക്ഷയയിൽ നിന്നും വാങ്ങുക. ആ സ്ലിപ്പിനൊപ്പം ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി അത് നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏതാണോ അവിടുത്തെ ഓഫീസിൽ ഏൽപ്പിച്ചും മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 30 രൂപയാണ് ഫീസ്. ഇനി ശാരീരിക മാനസിക വെല്ലുവിളികൾ, അതുപോലെ കിടപ്പ് രോഗികൾ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിലെത്താൻ ബുദ്ധിമുട്ടുള്ള ഗുണഭോക്താക്കൾ വിവരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ അവർ വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കും. അക്ഷയ കേന്ദ്രത്തിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയായാൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്ലിപ്പോ രേഖകളോ ഒന്നും നിങ്ങളുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റികളിലോ നൽകേണ്ടതില്ല. മസ്റ്ററിംഗിന്റെ വിവരങ്ങളെല്ലാം ഓൺലൈനായി പെൻഷൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആകുന്നതായിരിക്കും. ഓഗസ്റ്റ് 24 വരെ മസ്റ്ററിംഗ് ചെയ്യുവാൻ സമയമുണ്ട്. അതിനാൽ ജൂലൈ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലുമൊക്കെ സർക്കാർ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിന് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് ഒരു തടസ്സമാകില്ല. എന്നാൽ ഓഗസ്റ്റ് 24 മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ നൽകുന്ന പെൻഷൻ തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട്. അതിനുശേഷവും നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് വീണ്ടും പെൻഷൻ വാങ്ങുവാൻ സാധിക്കുമെങ്കിലും ഇടയ്ക്ക് മുടങ്ങിയ മാസങ്ങളിലെ പെൻഷൻ തുകകൾ ലഭിക്കുന്നതല്ല. മസ്റ്ററിംഗ് തുടങ്ങുന്ന ആദ്യ ദിവസങ്ങളിൽ സൈറ്റ് ജാം പോലുള്ള ചില പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അതിനാൽ ആദ്യത്തെ 4-5 ദിവസങ്ങൾക്ക് ശേഷമൊക്കെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. 2025 വാർഷിക മസ്റ്ററിംഗ് എല്ലാവരും പൂർത്തിയാക്കുക. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക.